പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾ അറിവോടല്ല. ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞു കൊന്നാളെ എൻ്റെ. അളിയൻ ഈ വീടിന്റെ ഐശ്വര്യം. മനാഫ് എന്ന വ്യക്തിയെയും ആ പേരിനെയും മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കഴിഞ്ഞു, എല്ലാം ഭദ്രം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അർജുന്റെ അളിയന്റെ രംഗപ്രവേശനം. ട്രോളർമാർക്ക് പിന്നെ ചാകര. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഷിരൂരിലെ അപകടത്തിന് ശേഷം വയനാട്ടിലെ മഹാദുരന്തത്തിലേക്ക് ജനങ്ങളുടെയും മീഡിയകളുടെയും ശ്രദ്ധ പോയപ്പോഴാണ് മനാഫ് എന്ന വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഷിരൂരിലെ ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. എന്നിട്ടും അതിന് സബ്സ്ക്രൈബേഴ്സോ ആവശ്യത്തിന് വേണ്ട വ്യൂവേഴ്സോ ഇല്ലാതിരുന്ന ഒരു ചാനലിനെ അർജുൻ്റെ അളിയൻ്റെ വരവോടുകൂടി ആ ചാനൽ ഇപ്പം ലക്ഷോപലക്ഷം സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സുമായി മാറിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിലും അർജുൻ്റെ അളിയനെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടായല്ലോ. അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം. അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടാവില്ല. ഇനിയിപ്പോ വന്നെന്ന് വിചാരിച്ചോളി. എന്താ എന്താ ചെയ്യാനുള്ളത്? അർജുൻ്റെ വീട്ടിലെ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടപ്പോൾ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. മനാഫും അർജുൻ്റെ അളിയനും ഒക്കെ ഷിരൂരിൽ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഇവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ് ഈ ബോഡി കിട്ടുന്നിടം വരെ. ബോഡി കിട്ടി, അതിനുശേഷം അതിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തി ഇങ്ങനെ വിളിച്ച് പറയേണ്ട കാര്യങ്ങൾ എന്താണ് ഈ പൊതുവേദിയിൽ? മനാഫിനെ വിളിച്ച്, അല്ലെ ഒരു ഫോണിലൂടെ, അല്ലെ നേരിട്ട് പോയി കണ്ട് ഒരു വാക്കിലൂടെ തീർക്കാൻ പറ്റുന്ന ഒരു വിഷയം മലയാളികളുടെ ഇടയിലേക്ക്, പബ്ലിക്കിലേക്ക് വലിച്ചഴച്ചതിൽ ഉത്തരവാദിത്തം ഈ അർജുൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ്. ഞാൻ സ്ത്രീധനം ചോദിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. പക്ഷേ മനാഫും മനാഫിനെ പോലുള്ളവരും നാളെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. ഒരു പരിധി വിട്ട് ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ തരുന്നത്. അപകടം നടന്നതിന് ശേഷം ഈ 72 ദിവസവും മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഈ അർജുനന് വേണ്ടി തെരച്ചിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ച് ചെയ്യുകയൊക്കെ ചെയ്യാൻ മുൻപന്തിയിൽ നിന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അവസാനം ഇതാണ് അവസ്ഥയെങ്കിൽ, അതേസമയം ഈ വിഷയം മറ്റു രീതിയിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അപകടം നടന്നതിന് ശേഷം, അർജുനെ കാണാതായതിനു ശേഷം മനാഫ് എന്ന ലോറിയുടമ മുതലാളി ഈ അർജുൻ്റെ വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കാതിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക കേരളത്തിൽ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും? മാഷ്ട മോളിലെ എന്റെ ഭാര്യ, അവളാണ് ഈ ട്രിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഇതേപോലുള്ള വിഷയങ്ങളൊക്കെ ഇവിടം കൊണ്ടെങ്കിലും അവസാനിക്കട്ടെ. അർജുൻ നമുക്ക് നഷ്ടമായിരിക്കുന്നു. അർജുൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ചും ഭാര്യ, കുട്ടികൾക്കൊക്കെ സ്വസ്ഥമായ ഒരു ജീവിതം ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഒഴിവാക്കി അവർക്ക് സ്വസ്ഥത, നന്മ നേരാൻ മനാഫും അതേപോലെ അർജുൻ്റെ അളിയനും അർജുൻ്റെ വീട്ടുകാരും സമൂഹവും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുകയാണ് വളരെ നല്ലത്. അളിയൻ ദയവേത് ഇനി ഈ വീട്ടിൽ അൽവ വാങ്ങിച്ചോട്ട് വരരുത്. അളിയൻ ഈ വീടിൻ്റെ ഐശ്വര്യം. ഐ ആം വെരി സോറി അളിയ.